നിന്റെ വിളിയും പ്രതീക്ഷിച്ച് അവളിവിടെ നിപ്പുണ്ട്. ഞാൻ കൊടുക്കാം. അതെ, ഒരുപാട് പുന്നാരോ കിന്നാരോ ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് സ്കൂളിൽ സമയത്തിന് ചെല്ലണം. ഓക്കേ, എഗ്രീഡ്. മോളെ, അവനാ സന്ദീപ്. നിന്നെ കാണാനാ അവനെ എന്നെ ഇങ്ങനെ സോപ്പിടുന്നത്. അതെ, ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. താൻ ഇന്നലെ രാത്രി എന്റെ അടുത്തുണ്ടായിരുന്നു. നിനക്കും അങ്ങനെ തോന്നിയോ? സത്യം? ദേവുട്ടി, അത് വെറും തോന്നലായിരുന്നില്ല. ശരിക്കും നീ എന്റെ അടുത്ത് വന്നിരുന്നു. നമ്മൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കുറേ നേരം അടുത്തിരുന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ ആ മുടിയിൽ ഒരു മുല്ലപ്പൂവും ചൂടി തന്നു. എന്താ ദേവുട്ടി, എന്തിനാ നീ കരയുന്നത്? ശരിയാ നീ പറഞ്ഞത്. മൂകാംബിക ദേവിക്ക് നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഞാൻ എന്നാ വരുന്നെന്നോ ഒന്നും പറയാറായിട്ടില്ല. നമ്മുടെ പുതിയ ബിസിനസ് ഡീലില് കുറച്ച് കോംപ്ലിക്കേഷൻസ്. ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതൊന്ന് ശരിയായാൽ മതിയായിരുന്നു. എങ്കിൽ കോൺട്രാക്റ്റും സൈൻ ചെയ്ത് അടുത്ത നിമിഷം ഞാൻ നിന്റെ അടുത്തെത്തിയാനെ. തീർന്നില്ലേ നിന്റെ ഈ കിന്നാരം പറച്ചില്? അതെ, എനിക്ക് സ്കൂളിൽ പോവാൻ നേരമായി. അവനോടെ പിന്നെ വിളിക്കാൻ പറ. അതെ, നിന്നെ എപ്പോഴും കാണണമെങ്കിലേ നിനക്കൊരു പുതിയ ഫോൺ വാങ്ങി തരാൻ പറ നിന്റെ കെട്ടിയവനോട്. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം മോളെ. ഈ തറവാടിന് സ്വന്തമായൊരു പള്ളിക്കൂടം ഉള്ള കാര്യം നിനക്കറിയില്ലേ ദേവൂട്ടി? അതേന്നേ, സന്ദീപ് ഈ കാര്യം നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? പണ്ട് എന്റെ ഭർത്താവിന്റെ അച്ഛന് നാടുവാണിരുന്ന തമ്പുരാൻ പതിച്ചു കൊടുത്ത സ്ഥലത്താ അദ്ദേഹം മതിലകം സ്കൂള് പണിതത്. സ്കൂള് വയ്ക്കാനുള്ള ഭൂമി മാത്രമല്ല, സ്കൂളിന്റെ ചിലവിനും നടത്തിപ്പിനുമായി 300 പറ നിലവും മഹാരാജാവ് കൊടുത്തു. മാധവന്റെ കുട്ടിക്കാലത്ത് വരെ ആ വയലും അവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാ സ്കൂളിലെ നടത്തിപ്പ് നടത്തിയിരുന്നത്. മാധവന്റെ മുത്തച്ഛന്റെ കാലത്തും അച്ഛന്റെ കാലത്തും മാധവൻ മരിക്കുന്നതുവരെയും ഈ ജില്ലയിലെ എണ്ണം പറഞ്ഞ സ്കൂളായിരുന്നു അത്. അവൻ പോയത് പിന്നെയാ ഇവിടുത്തെ എന്ന പോലെ ആ സ്കൂളിന്റെ തകർച്ചയും തുടങ്ങിയത്.
സ്കൂളിന് ചെലവിന് വേണ്ടി കൊടുത്ത നിലമൊക്കെ തമ്പി ഭരണം ഏറ്റെടുത്തതോടെ നികത്തി. അവിടെ കെട്ടിടങ്ങൾ വെച്ച് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി. എന്നാ സ്കൂള് നല്ലതുപോലെ നോക്കി നടത്താൻ തമ്പിക്കും ശ്രീകലയ്ക്കും ഒട്ടും താല്പര്യമില്ല. ശ്രീകലയാ നിയമപ്രകാരം അവിടുത്തെ മാനേജർ. പക്ഷേ അവൾ അങ്ങോട്ട് പോയിട്ട് തന്നെ വർഷങ്ങളായി. എന്റെ കാലം കഴിയുന്നതുവരെയെങ്കിലും ആ സ്കൂള് നല്ല നിലയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമത്തിലാ ഞാനിപ്പോ. അത് നല്ലതാ സുകുമാരി അമ്മേ. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസ ആഹാരമൊക്കെ കിട്ടുമല്ലോ. സർക്കാരിന്റെ ഗ്രാൻഡൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ശ്രീകലയോ തമ്പിയോ സ്കൂളിന് വേണ്ടി ചെലവാക്കുന്നില്ല. എന്നാ പിന്നെ സ്കൂള് പൂർണ്ണമായി സർക്കാരിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ തമ്പി അതിന് സമ്മതിക്കുന്നില്ല. നാടിന്റെ ഭാവി ഇതുപോലുള്ള സ്കൂളുകളിലാ. അത് വേണ്ടതുപോലെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബാധിക്കുന്നത് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ. അതിനാണ് മോളെ ഞാനും ശ്രമിക്കുന്നത്. ആദ്യം അവിടുത്തെ സാറന്മാർക്കിടയില് ചില തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ. ശരി. ആ പോവാം.